ഹായ്, നമ്മുടെ വീട്ടിൽ അലങ്കാരത്തിന് വേണ്ടിയിട്ട് ഒരുപാട് ചെടികൾ നട്ട് കിളിപ്പിക്കാറുണ്ട്. ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടൊക്കെ. അതിലൊരു 4 ചെടികൾ അതിൻ്റെ പ്രത്യേകതകളും അതിൻ്റെ വിഷാംശത്തെ പറ്റിയിട്ടൊക്കെ ഉള്ള ചെറിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആണ് ഞാനിവിടെ ചെയ്യുന്നത്. ആദ്യം തന്നെ അരളി, ഒലിയാണ്ടർ എന്ന് പറയുന്ന ചെടി. ഇത് റാറ്റ് പോയിസൺ എന്നാണ് ഈ ചെടി അറിയപ്പെടുന്നത്. എലിവിഷം എന്നറിയപ്പെടുന്ന ഒരു ചെടിയാണ്. ഇതിൽ കാർഡിയ ഗ്ലൈക്കോസൈഡ് എന്ന് പറയുന്നൊരു വിഷം അടങ്ങിയിട്ടുണ്ട്. ഈ ചെടിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ വേരിലും വിത്തിലും ഇലകളിലും തണ്ടിലും പൂക്കളിലും എല്ലാം വിഷം അടങ്ങിയിട്ടുണ്ടെന്നുള്ളതാണ്. ഒരു ആരോഗ്യമുള്ളൊരു മനുഷ്യൻ ഇതിൻ്റെ ഒരു ഇല കഴിച്ചു കഴിഞ്ഞാൽ മരണപ്പെടും. അതുപോലെ ഇത് കഴിച്ചു കഴിഞ്ഞ ഉടനെ ഛർദിൽ, വയറുവേദന, ഹൃദയത്തിൻ്റെ ഇടിപ്പിലുള്ള വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. പല ദേവാലയങ്ങളിലും പല ഓണപരിപാടികൾക്കൊക്കെ ഈ പൂക്കൾ അധികമായിട്ട് ഉപയോഗിക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പം ഈ ചെടികൾ വീട്ടിലുള്ളവരും ഈ പൂക്കൾ ഉപയോഗിക്കുന്നവരൊക്കെ നല്ല രീതിയിൽ കെയർഫുൾ ആയിരിക്കണം. ഇതിൻ്റെ വിഷാംശത്തെ പറ്റിയിട്ടൊക്കെ നല്ല രീതിയിൽ കെയർഫുൾ ആയിരിക്കണം. ചെറിയ കുട്ടികൾക്ക് ഈ പൂക്കളൊന്നും കളിക്കാൻ കൊടുക്കുകയൊന്നും ചെയ്യരുത്. പിന്നെ വരുന്നതാണ് സ്നേക്ക് പ്ലാന്റ് എന്ന് പറയുന്നത്. നമ്മുടെ ഇൻഡോറായിട്ട് ഏറ്റവും കൂടുതൽ ഭംഗി കൂട്ടാൻ സഹായിക്കുന്ന ഒരു ചെടിയാണ് സ്നേക്ക് പ്ലാന്റ്. ഈ പ്ലാന്റിന് അധികം വിഷാംശം ഇല്ലെങ്കിൽ പോലും ചെറിയ രീതിയിൽ വിഷാംശം അടങ്ങിയൊരു ചെടിയാണിത്. ഈ ഒരു ചെടിയുടെ വിഷം നമ്മുടെ ഉള്ളിൽ ഏതെങ്കിലും രീതിയിൽ പോയി കഴിഞ്ഞാൽ നാക്കും അതുപോലെ തൊണ്ടയ്ക്കൊക്കെ വേദനയും നീറ്റലും നീരൊക്കെ ഉണ്ടാവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഈ ചെടി എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ എയർ പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നാസ അക്സെപ്റ്റ് ചെയ്ത ഒരു ചെടിയാണ്. നമ്മുടെ വീടിനകത്ത് ബെഡ്റൂമിനകത്തൊക്കെ ഈ ചെടി വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ എയർ പ്യൂരിഫിക്കേഷന് സഹായിക്കുന്ന ഒരു ചെടിയാണ്. പിന്നെ 2 ആഴ്ച കൂടുമ്പോഴൊക്കെ ഇത് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ലോ മെയിൻ്റനൻസ് ആയിട്ടുള്ളൊരു ചെടിയാണ്. മൂന്നാമത് വരുന്നൊരു ചെടിയാണ് സിങ്കോണിയം എന്ന് പറയുന്നത്. ഈ ഒരു ചെടിയുടെ എല്ലാ ഭാഗങ്ങളിലും വിഷം അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ ഗ്യാസ്ട്രിക് ഇഷ്യൂസൊക്കെ ഉണ്ടാവും. അതുപോലെ നമ്മുടെ നാക്കിലും തൊണ്ടയിലും ഒക്കെ നീരും വേദനയൊക്കെ ഉണ്ടാവാറുണ്ട്. ഇത് നാസ അക്സെപ്റ്റ് ചെയ്ത എയർ പ്യൂരിഫിക്കേഷന് സഹായിക്കുന്ന നല്ലൊരു ചെടിയും കൂടെയാണ്. പിന്നെ വരുന്നതാണ് പീസ് ലില്ലി. ഈ ഒരു ചെടി നാസ അക്സെപ്റ്റ് ചെയ്ത നാസയുടെ ടോപ്പ് ലിസ്റ്റിലുള്ള എയർ പ്യൂരിഫിക്കേഷൻ പ്ലാന്റ് ആണ്. ഈ ഒരു ചെടി നമ്മുടെ വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് ഉറങ്ങാൻ വേണ്ടിയിട്ട് ഉറക്കത്തിന് സഹായിക്കുന്ന നല്ലൊരു എയർ പ്യൂരിഫിക്കേഷൻ പ്ലാന്റ് ആണ്. ഈ ചെടിയിലും കാൽസ്യം ഓക്സലേറ്റ് ക്രിസ്റ്റൽസ് അടങ്ങിയിട്ടുണ്ട്. വിഷാംശം അടങ്ങിയ ഒരു ചെടിയാണ്. ഇതിൻ്റെ വിഷം ഏതെങ്കിലും രീതിയിൽ നമ്മുടെ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ കിഡ്നി ഫെയിൽ ആവാനായിട്ടും നമ്മുടെ മരണം വരെ സംഭവിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇത് വിഷം ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ 12 മുതൽ 24 മണിക്കൂറിനുള്ളിൽ ഛർദിലും വായിൽ നിന്നും നുര വരാനൊക്കെ തുടങ്ങും. അപ്പം നമ്മൾ വീട്ടിൽ ഇതുപോലുള്ള ചെടികളൊക്കെ സൂക്ഷിക്കുമ്പോൾ അതിൻ്റെ ഭംഗിക്കൊപ്പം അതിൻ്റെ ദോഷഗുണങ്ങളെ പറ്റിയിട്ട് നമ്മളെല്ലാവരും അവെയർ ആയിരിക്കണം. ഈ ഒരു ചെറിയ ഇൻഫോർമേറ്റീവ് വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. വീണ്ടും ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.